ഹലോ. സുവിൻ സോമശേഖരൻ തിരക്കഥ എഴുതിയ ടൊവിനോ തോമസ്, ജീൻ പോൾ ലാൽ കൂട്ടുകെട്ടിലുള്ള സിനിമ നടികർ ഇന്ന് റിലീസായി. സിനിമയ്ക്കുള്ളിലെ സിനിമയും നടന്മാരുടെയും നടിമാരുടെയും ജീവിതവും പറയുന്ന കുറേയേറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡേവിഡ് പടിക്കലിന്റെ കഥ അതിൽ നിന്ന് വ്യത്യസ്തമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമ ഉയർന്നോ? എൻ്റെ പ്രതീക്ഷ തെറ്റിയോ? എല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. വെൽക്കം ടു ജംഗിൾ വൈൻസ്. സുവിൻ സോമശേഖരൻ തിരക്കഥ എഴുതിയ നടികളിലെ ഡേവിഡ് പടിക്കലിന് ഉദയനാട് താരത്തിലെ സരോജ് കുമാറുമായി ചെറുതല്ലാത്ത സാമ്യമുണ്ട്. സരോജ് കുമാർ ഒരു കാരിക്കേച്ചർ ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഡേവിഡ് പടിക്കൽ അതല്ല എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രം. അതല്ലെങ്കിൽ രണ്ടുപേരും താരപദവി ആഗ്രഹിച്ച് നേടിയ, അഭിനയിക്കാൻ അറിയാത്ത, ആദ്യത്തെ 2-3 സിനിമകൾ എങ്ങനെയോ ഹിറ്റായ, മറ്റുള്ളവരും തന്നെ സൂപ്പർ താരമെന്ന് കരുതണമെന്ന് ആഗ്രഹിക്കുന്ന, താൻ സൂപ്പർ താരമാണെന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. അവരെ സംബന്ധിച്ച് അഭിനയത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. തൻ്റെ സ്റ്റാർഡം മാത്രമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അതിനിടയിൽ വ്യക്തിബന്ധങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ അവർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഒരു നല്ല നടനല്ലാത്ത അയാളുടെ ജീവിതം ഒരു കപട നാടകവും അയാൾ അഭിനയിച്ച സിനിമകൾ തുടരെ ദുരന്തവുമായി മാറുമ്പോൾ അയാളെ അഭിനയം പഠിപ്പിക്കാൻ ഒരു ഗുരു വന്നെത്തുന്നു. ആ ഗുരു അഭിനയത്തെക്കാൾ ഉപരി അയാളെ ഒരു നല്ല മനുഷ്യനാകാൻ പഠിപ്പിക്കുന്നു. ആ ഗുരു പറയാതെ പറഞ്ഞു വയ്ക്കുന്നു, ഒരു നല്ല കലാകാരനാവണമെങ്കിൽ ആദ്യം അയാൾ ഒരു നല്ല മനുഷ്യൻ ആകണമെന്ന്. നടികർ എന്ന സിനിമയുടെ ബേസിക് കൺസെപ്റ്റ് കേൾക്കുമ്പോൾ വളരെ നല്ലതാണ്. പക്ഷേ അതൊരു 2-2.25 മണിക്കൂർ നീളമുള്ള സിനിമയായി മാറിയപ്പോൾ, അതൊരു തിരക്കഥാരൂപത്തിലേക്ക് മാറിയപ്പോഴാണ് നടികളുടെ തിരക്കഥാകൃത്ത് സുവിൻ സോമശേഖരന് പിഴച്ചത്. തിരക്കഥയാക്കുമ്പോൾ വേണ്ടി വന്ന കൂട്ടിച്ചേർക്കലുകൾ, തിരുകിക്കയറ്റലുകൾ, ഇതെല്ലാം സിനിമയെ വളരെ മോശം രീതിയിൽ അഫക്റ്റ് ചെയ്തു. നമുക്ക് ഉള്ളു തുറന്ന് ആസ്വദിക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ പലതും സുരേഷ് കൃഷ്ണ എന്ന അതുല്യ നടന്റെ സംഭാവനയാണ്. അദ്ദേഹം കോമഡി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസ്, സുരേഷ് കൃഷ്ണ, സോബിൻ ഷാഹിർ, രഞ്ജിത്ത്, ചന്തു സലീം കുമാർ, ഭാവന, ബാലു വർഗീസ് എന്നിവരെല്ലാമുള്ള സിനിമയിൽ സോബിൻ ഷാഹിർ ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹം കുമ്പളങ്ങി നൈറ്റ്സിലെ സജിയിൽ നിന്ന് ഇതുവരെ മുക്തനായിട്ടില്ല എന്നാണ് ഈ സിനിമയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. സുരേഷ് കൃഷ്ണ ഇല്ലായിരുന്നെങ്കിൽ വളരെ ഡ്രൈ ആയി പോകാവുന്ന ഒരു കൺസെപ്റ്റ്, വളരെ ഡ്രൈ ആയി പോകാവുന്ന ഒരു സിനിമയാണ് നടികർ. ഇന്ന് കൊച്ചി പത്മ തിയേറ്ററിൽ വെച്ച് ഈ സിനിമ കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷകരിൽ പലരും കൈയടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കൈയടിക്കാൻ പറ്റിയ മുഹൂർത്തങ്ങൾ വളരെ വിരളമായിരുന്നു. അതും മനസ്സ് തുറന്ന് കൈയടിക്കാൻ പറ്റിയ ഒരൊറ്റ മുഹൂർത്തം പോലും സിനിമയിൽ ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നടികർ എന്ന സിനിമയെ പറ്റി പറഞ്ഞാൽ, കെട്ടുപൊട്ടിയ പട്ടം പോലെ എങ്ങോട്ടേക്കോ പറക്കുന്ന ഒരു തിരക്കഥ. ലക്ഷ്യമില്ല, ലക്ഷ്യബോധമില്ല, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകന് സിനിമയുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓർത്തിരിക്കാൻ ഒന്നുമില്ലാത്ത, കണ്ടു മറക്കാവുന്ന ഒരു തനി നാടകം മാത്രമായിരുന്നു നടികർ. ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാനുള്ള ഊർജമോ അറ്റ്ലീസ്റ്റ് ഫാൻസിനെയെങ്കിലും തൃപ്തിപ്പെടുത്താനുള്ള സംഭവവികാസങ്ങളോ ഘടകങ്ങളോ ഇല്ലാത്ത, എന്റർടൈൻമെന്റ് എന്ന അടിസ്ഥാന ഘടകം മറന്നുപോയ ഈ സിനിമ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. കണ്ടുമടുത്ത കഥാപരിസരങ്ങളിൽ കെട്ടിപ്പടുത്ത, കണ്ടുമറക്കാവുന്ന ഒരു സിനിമാ നാടകം. അത്രമാത്രമാണ് ഡേവിഡ് പടിക്കലും സംഘവും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച നടികർ. താങ്ക് യു.